ഇപ്പോൾ വണ്ടാനം മെഡിക്കൽ കോളേജിലെ ചികിത്സാ പിഴവിന് പിന്നാലെ വയറ്റിൽ കത്രിക കുടുങ്ങിയ ഉഷ ശസ്ത്രക്രിയയ്ക്ക് ശേഷം മാധ്യമങ്ങളെ കാണുകയാണ്. അതിലേക്ക് എല്ലാവരുടെ അടുത്തും വന്ന് നന്ദി പറയുന്നതായിരിക്കും. അവരുടെ കാര്യങ്ങൾ എനിക്ക് വേദനയൊക്കെ ഇച്ചിരി കുറവുണ്ട്. എന്നാലും ഞാൻ നല്ല ശരിക്കും വേദനയൊക്കെ സഹിച്ച് ഞാൻ ഈ 5 വർഷമായിട്ട് വേദന സഹിച്ചു കിടന്നു. അപ്പം എനിക്ക് ഇവിടെ വന്ന് എന്നെ കാണിച്ച് എല്ലാവർക്കും ആയിരം നന്ദി പറയും. പിന്നെ പുന്നപ്പുറത്തൊക്കെ ഗ്രാമപഞ്ചായത്തിലെ തോബിയാസാണ് ഇതിന് മുൻഗണന എടുത്ത് തന്നെ ഇവിടെ കൊണ്ടുവന്നത്. പിന്നെ MP-മാരും MLA-മാരും എല്ലാവരും വിളിച്ച് വിവരം തിരക്കുകയും എല്ലാ കാര്യത്തിനും എല്ലാവരും എൻ്റെ കൂടെ സപ്പോർട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് ഞാനിപ്പോൾ ജീവനോടെ ഉണ്ട്. ഞാൻ എല്ലാവരുടെ അടുത്തും വന്ന് നന്ദി പറയുന്നതായിരിക്കും. ാണ് വേദന കുറവുണ്ട്. പക്ഷേ കഴിഞ്ഞ 5 വർഷക്കാലം താൻ അനുഭവിച്ചത് വേദന ഉണ്ട്. ഒപ്പം എല്ലാവർക്കും നന്ദി പറയുന്നുണ്ട് അവർ. സിജോ വർഗീസാണ് വിവരങ്ങൾ നൽകാനായി ചേരുന്നത്. സിജോ, ഉഷയുടെ ആരോഗ്യനിലയിൽ ഭേദപ്പെട്ടിരിക്കുന്നു. അതിന് പിന്നാലെ ഡിസ്ചാർജ് ചെയ്തിരിക്കുകയാണ്. അവരുടെ പ്രതികരണം എങ്ങനെയാണ്? എന്തായാലും കൃത്യമായിട്ടുള്ള ഒരു ചികിത്സ, അതിന്റെ ഒരു തുടർ പരിചരണം അത് കൊച്ചിയിലെ അമൃത ആശുപത്രിയിൽ നിന്ന് ലഭിച്ചതിന് ശേഷമാണ് തനിക്ക് ജീവൻ തിരിച്ചു കിട്ടിയത് എന്ന ആ ഒരു വാക്കിൽ എല്ലാവർക്കും നന്ദി അറിയിച്ചാണ് ഇപ്പോൾ ഇവിടെ നിന്ന് ഡിസ്ചാർജ് ചെയ്യുന്നതിനിടെ ഉഷ ജോസഫ് മാധ്യമങ്ങളോട് സംസാരിച്ചത്. എന്തായാലും ഈ ആശുപത്രിയിലെ ചികിത്സ എല്ലാം പൂർത്തിയാക്കി, നിരീക്ഷണങ്ങൾ കഴിഞ്ഞു. കാര്യങ്ങൾ എല്ലാം തന്നെ ആശുപത്രിയിലെ വിദഗ്ധ ഡോക്ടർമാർ, അവരുടെ മെഡിക്കൽ ബോർഡ് ചേർന്ന് അവരുടെ ആരോഗ്യസ്ഥിതി വിലയിരുത്തിയ ശേഷമാണ് ഈ ഡിസ്ചാർജ് ചെയ്യാനുള്ള തീരുമാനം എടുത്തത് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനമായിട്ടുള്ള ഒരു കാര്യം. എന്തായാലും ഈ ശസ്ത്രക്രിയ ഇപ്പോൾ ഉഷ ജോസഫിന്റെ മകൻ സംസാരിക്കുകയാണ് മാധ്യമങ്ങളോട്. വലിയൊരു ആശ്വാസമാണല്ലോ മടക്കം. 5 വർഷമായിട്ട് കൊണ്ടുവരുന്ന ശസ്ത്രക്രിയ നീക്കം ചെയ്ത് മറ്റു പ്രശ്നങ്ങളൊക്കെ പരിഹരിച്ചു. ഇതാണ് ഇപ്പോൾ നമുക്കിവിടെ KC വേണുഗോപാൽ സാറിനോടും അമൃത ഹോസ്പിറ്റലിനോടും എല്ലാവരോടും നമുക്ക് നന്ദിയേ ഉള്ളൂ. ഇത്തരം നമുക്ക് എല്ലാ കാര്യങ്ങളും ചെയ്തു തന്നതിനും സഹായിച്ചതിനും കൂടെ ഉണ്ടായതിനും എല്ലാവർക്കും നമുക്ക് നന്ദിയുണ്ട്. അപ്പോൾ നല്ലൊരു ആശ്വാസമുണ്ട്. കാരണം ഇത്രയും ദിവസമായിട്ട് നമ്മൾ കുറേ കഷ്ടപ്പെട്ടതും ബുദ്ധിമുട്ടെല്ലാം നമുക്ക് മാറി കിട്ടിയിട്ടുണ്ട്. നമുക്ക് സന്തോഷമുള്ളൂ. സർക്കാർ ചികിത്സാ ചെലവ് വഹിക്കുമെന്നൊക്കെ പറഞ്ഞു സംസാരിച്ചിട്ട് അതിനുശേഷം ഏതെങ്കിലും തരത്തിലുള്ള ഇടപെടലോ സംസാരം ഉണ്ടായിട്ടില്ല. ഇല്ല, നമുക്കിവിടെ KC വേണുഗോപാൽ സാർ അവരാണ് വിളിച്ചോട് സംസാരിച്ച് ഇവിടെ കാണാൻ വന്നതും അവർ നോക്കിയതും ചികിത്സാ ചെലവെല്ലാം നോക്കിയതെല്ലാം അവരാണ്. സോ നമുക്ക് അവരോട് നല്ല നന്ദിയുണ്ട്. സർക്കാർ നമ്മളെ ഒരു വട്ടം വിളിച്ചു, പിന്നെ റെസ്പോൺസും കാര്യങ്ങളും ഫോളോ അപ്പ് ഒന്നും ഉണ്ടായിട്ടില്ല. ഒരു വട്ടം തന്നെ വിളിച്ച മന്ത്രി സംസാരിച്ചായിരുന്നു, അല്ലാണ്ട് വേറെ ഒന്നും ഉണ്ടായിട്ടില്ല. സർക്കാരിന്റെ ഭാഗത്ത് കാര്യക്ഷമമായിട്ടുള്ള ഇടപെടലോ തൃപ്തികരമായിട്ടുള്ള ഇടപെടലും ഉണ്ടായിട്ടില്ല. ഇതുവരെ ഉണ്ടായിട്ടില്ല. ഇത്രയും ദിവസമായിട്ടും ഒരു വട്ടം നമ്മുടെ MLA വിളിച്ചായിരുന്നു, H സലാം വിളിച്ചായിരുന്നു. അതല്ലാണ്ട് വേറെ ആരും ആരോഗ്യവകുപ്പിൽ നിന്നാണെങ്കിലും വേറെ സ്ഥലത്തുനിന്നൊന്നും നമ്മളാരും വിളിച്ചിട്ടില്ല. ഇല്ല, നമുക്ക് ഇവിടെ കിടക്കുന്നതുകൊണ്ട് ഒന്നും അറിഞ്ഞിട്ടില്ല. അപ്പോൾ നമ്മൾ ചെന്നിട്ട് പോലീസ് അവിടെ കണക്ട് ചെയ്യണം എന്നാണ്. അവിടെ ഹോസ്പിറ്റലിൽ വീട്ടിൽ ചെന്നിട്ട് എല്ലാം നോക്കണമെന്നാണ്. നഷ്ടപരിഹാരവുമായി ബന്ധപ്പെട്ടൊരു പ്രഖ്യാപനം അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട വിശദീകരണമൊന്നും സർക്കാരിന്റെ ഭാഗത്ത് ഉണ്ടായിട്ടില്ല. എല്ലാ ജനങ്ങൾ കണ്ടുകൊണ്ടിരിക്കുകയല്ലേ, നമ്മളെല്ലാവരും മനുഷ്യരെല്ലാവർക്കും മനസ്സിലാവുമല്ലോ, എല്ലാവരും കാണട്ടെ എന്താണ് ചെയ്തതെന്ന് എല്ലാവരും കാണുന്നുണ്ടല്ലോ. നമ്മൾ കള്ളത്തരമൊന്നും കാണിക്കുന്നില്ല. ഇതുവരെ തോന്നിയിട്ടില്ല. ഇനി നമുക്കൊരു പ്രതീക്ഷയുണ്ട് നമ്മുടെ കൂടെ കാണുമെന്ന്. ഇതുവരെ ഉണ്ടായിട്ടില്ല. ഇനിയെങ്കിലും കാണുമെന്ന് നമുക്കൊരു പ്രതീക്ഷയുണ്ട്. സോ അവരുടെ അനുഭവം നമുക്ക് വരാതിരിക്കണം നമ്മുടെ പ്രാർത്ഥനയാണ്. എല്ലാവർക്കും ഒരേപോലെ അനുഭവിക്കണമെന്നില്ലല്ലോ. അപ്പം നമ്മുടെ ഭാഗ്യത്തിന് നമുക്ക് നല്ല ചികിത്സ കിട്ടി. നമുക്ക് ഏറ്റവും ബെറ്റർ അതായിരുന്നു. നമുക്കത് കിട്ടി, നമ്മുടെ ആശ്വാസമാണ്. ചികിത്സയുടെ സമയത്ത് സർക്കാരിന്റെ ഭാഗത്ത് ഇടപെടലൊന്നും ഉണ്ടായിട്ടില്ല. അന്ന് മന്ത്രി വിളിച്ചപ്പോൾ ഇവിടുത്തെ ചികിത്സയിലൊക്കെ നോക്കും, വിളിക്കും, സംസാരിക്കുന്നു. പക്ഷെ നമുക്കറിയത്തില്ല ഇവിടെ വിളിച്ചിട്ടുണ്ടോ ഇല്ലയോ നമുക്കറിയത്തില്ല. നമ്മൾ പേഴ്സണലായിട്ട് ഒരു വട്ടം വിളിച്ചിട്ടുള്ളൂ, ഒരു വട്ടം വിളിച്ച് സംസാരിച്ചു, അത്രേ ഉള്ളൂ. അല്ലാണ്ട് വേറെ വിളിച്ചതും എനിക്കറിയത്തില്ല കേട്ടോ. നമുക്ക് ഇനി 17-ാം തീയതി ഒന്നും കൂടി ഇവിടെ വന്നിട്ട് ചെക്കപ്പ് ഉണ്ട്. പിന്നെ സ്റ്റിച്ച് എടുത്തിട്ടില്ല. സ്റ്റിച്ച് ഇവിടെ വന്നിട്ട് ഒന്നും കൂടെ
അത് നോക്കി എന്നിട്ട് എടുക്കത്തുള്ളൂ. അതിന് ഇൻഫെക്ഷൻ ഒക്കെ ഉണ്ടോ, ചെറിയ ഇൻഫെക്ഷൻ ഉണ്ടായിരുന്നു, ഇപ്പോൾ അത് നല്ല രീതിയിൽ കുറവുണ്ട്, അതുകൊണ്ടാണ് ഡിസ്ചാർജ് ചെയ്യുന്നത്.